കമ്പ്യൂട്ട് സൈൻ ഓഫ് സീക്ക് ഇൻവേഴ്സ് ഓഫ് 17/15. ഓക്കെ, കമ്പ്യൂട്ട് സൈൻ ഓഫ് സീക്ക് ഇൻവേഴ്സ് ഓഫ് 17/15 കണ്ടുപിടിക്കാനായി ചെയ്യുന്നത്. നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് ആയിരുന്നെങ്കിൽ സൈനും സൈൻ ഇൻവേഴ്സും കൂടെ എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, നമുക്ക് ക്യാൻസൽ ഔട്ട് ചെയ്യായിരുന്നു, ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, ആൻസറിലെത്തായിരുന്നു. അപ്പൊ ഇവിടെ അകത്ത് തന്നേക്കുന്നത് എന്താ, പക്ഷേ സീക്ക് ഇൻവേഴ്സ് അല്ലെ, അതായത് സീക്ക് ഇൻവേഴ്സ് ഓഫ് 17/15 എന്ന് പറയുന്നത് എന്താ, സീക്ക് ഇൻവേഴ്സ് ഓഫ് 17/15 എന്ന് പറയുന്നത് എന്താ നോക്കിയേ, അതിനെ നമുക്ക് തീറ്റ എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ പറ സീക്ക് തീറ്റ ഈസിക്കൽ എന്താ, 17 എന്തെന്ന് വരും, 15 വരും. സീക്ക് തീറ്റ 17/15 ആണെങ്കിൽ നമുക്ക് സീക്ക് തീറ്റ വെച്ചിട്ട് നമുക്ക് ആരെ കണ്ടുപിടിക്കാം, നമുക്ക് ബാക്കിയുള്ള എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. നമ്മളിത് പഠിച്ചിട്ടുണ്ട് അല്ലെ, നമ്മളത് NCERT-യിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ടൈപ്പ് പ്രോബ്ലം എന്ത് ചെയ്തിട്ടുണ്ട്, സോൾവ് ചെയ്തിട്ടുണ്ട്. സോ സീക്ക് തീറ്റ ഈസിക്കൽ എന്താ, 17/15 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളിത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഇയറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ടൈപ്പ് പ്രോബ്ലം ചെയ്യുന്നത്. നമ്മൾക്ക് ഏതെങ്കിലും ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ തരും, അത് വെച്ചിട്ട് ബാക്കിയുള്ള ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഏത് ക്വാഡ്രന്റിലാണോ, ഓരോ ക്വാഡ്രന്റിലുള്ള ബാക്കിയുള്ള ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടുപിടിക്കുന്ന പ്രോബ്ലംസ് നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ. ഓക്കെ, സോ ആ ഐഡിയയും കൂടെ ഇവിടെ മെർജ് ചെയ്തുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുന്നത്. സിമ്പിളാ. സീക്ക് തീറ്റ കണ്ടുപിടിച്ചാൽ നമുക്കറിയാം സീക്ക് എന്ന് പറഞ്ഞാൽ എന്താ, 1/cos അല്ലേ, അല്ലെങ്കിൽ കോസ് തീറ്റ എഴുതാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, നേരെ ഇതിനെ തലയിരിച്ചിട്ട് കൊടുത്താൽ മതി, 15/17 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരെ ഒരു ട്രയാങ്കിൾ എന്ന് വിളിക്കും, ഇത് തീറ്റ ആയിട്ട് വിചാരിക്കും. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ന്യൂസ്. അങ്ങനെയാണെങ്കിൽ ഈ സൈഡ് എത്ര ആയിരിക്കും, റൂട്ട് ഓഫ് 17 സ്ക്വയർ മൈനസ് 15 സ്ക്വയർ, which is equal to root of മക്കളെ 17 സ്ക്വയർ എത്രടാ, 17 സ്ക്വയർ അറിയാൻ ഇത്ര ആലോചിച്ചാൽ മതി. 17 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 17 എന്ന് പറഞ്ഞാൽ എന്താ, 10+7 ആണല്ലോ. 17 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10+7 ഹോൾ സ്ക്വയർ ആണല്ലോ. അപ്പൊ നമുക്ക് ആദ്യം ആര് വേണം, 10ന്റെ സ്ക്വയർ വേണം, അതായത് 100, പ്ലസ് 7ന്റെ സ്ക്വയർ വേണം, അത് 49, പ്ലസ് ഇനി 2 × 10 × 7 അല്ലേ, സോ 2 × 70 എത്ര കിട്ടും, 140. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് വെച്ചാൽ പോരെ. ഓക്കെ, സോ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 100, 240, 289, 289 കിട്ടും. സോ റൂട്ട് ഓഫ് 289 കിട്ടും. ഓക്കെ ആണോ? മൈനസ് അടുത്തത് 15ന്റെ സ്ക്വയർ എത്ര, ഇതുപോലെ ചെയ്യാം. 15 എന്ന് പറഞ്ഞാൽ 10+5 ദ ഹോൾ സ്ക്വയർ, 10ന്റെ സ്ക്വയർ വേണം, 5ന്റെ സ്ക്വയർ വേണം, 2 × 10 × 5 വേണം അല്ലേ. നമുക്ക് അതിനെക്കാട്ടിയും ഈ 5ല് അവസാനിക്കുന്ന നമ്പേഴ്സിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. അതാ നോക്കിയേ, ഈ മെത്തേഡും കൂടെ ഓർത്ത് വെച്ചോ. നമുക്ക് എന്തിന്റെ വേണ്ടത്, 15ന്റെ സ്ക്വയർ ആണ് വേണ്ടത്. സോ 15ന്റെ സ്ക്വയർ, 5ന്റെ സ്ക്വയർ എത്ര, അത് 25, അത് അതേപോലെ എഴുതും. ഇനി 5ല് എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാനാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. സോ 15ന്റെ സ്ക്വയർ, 5ന്റെ സ്ക്വയർ എത്ര, 25. ഇനി ഇതാ നോക്കിയേ, 1 കഴിഞ്ഞ് തൊട്ടടുത്ത നമ്പർ ഏതാ, 2 ആ. സോ 1 × 2 എത്ര, 1 × 2 2 ആ. സോ 225. 15ന്റെ സ്ക്വയർ എത്ര, 225 എന്ന് കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്ത് കിട്ടും, 289 നിന്ന് 225 പോയ എത്ര, 25, 45, 55, 65, 75, 85, 64. സോ 64 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര, 8 എന്ന് കിട്ടും. ഈ സൈഡ് എത്ര എന്ന് കിട്ടി, 8 എന്ന് കിട്ടി. ഈ സൈഡ് എത്ര എന്ന് കിട്ടി, 8 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈസിയാ, സൈൻ ഓഫ് സീക്ക് ഇൻവേഴ്സ് 17/15 പകരം നമുക്ക് എന്ത് എഴുതാം, നമുക്കറിയാം സീക്ക് ഇൻവേഴ്സ് 17/15 അല്ലെങ്കിൽ സീക്ക് തീറ്റ ഈസിക്കൽ എന്തെന്ന് കിട്ടി, 17/15 എന്ന് കിട്ടി. നമുക്ക് സീക്ക് ഇൻവേഴ്സിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സൈൻ തീറ്റ എഴുതി നോക്കാം. സൈൻ തീറ്റ ഈസിക്കൽ എന്താ, സൈൻ തീറ്റ ഈസിക്കൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. സോ 8/17 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ തീറ്റയെ നമുക്ക് എങ്ങനെയും എഴുതാം കണ്ടോ, തീറ്റയെ നമുക്ക് സീക്ക് ഇൻവേഴ്സ് 17/15 എന്ന് എഴുതാം. അതുപോലെ തന്നെ തീറ്റയെ നമുക്ക് എങ്ങനെ എഴുതാം, സൈൻ ഇൻവേഴ്സ് ഓഫ് 8/17 എന്ന് എഴുതാം. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യും, സൈൻ ഇൻവേഴ്സ് വെച്ച് എഴുതാം. സോ സൈൻ ഇൻവേഴ്സ് ഓഫ് 8/17 എന്ന് കിട്ടും. സോ സൈനും സൈൻ ഇൻവേഴ്സും കൂടെ ക്യാൻസൽ ഔട്ട് ചെയ്ത് എന്ത് കിട്ടും, 8/17 എന്ന് ആൻസർ കിട്ടും. സോ അങ്ങനെ ഓപ്ഷൻ ബി ആണെന്ന് തോന്നുന്നു റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, സോ 5ൽ എൻഡ് ചെയ്യുന്നതിന്റെ സ്ക്വയർ കണ്ടുപിടിക്കുന്ന മെത്തേഡ് ഒന്ന് ആലോചിച്ച് വെച്ചോ. ഞാൻ വേറൊരു സാധനം കാണിച്ചാലോ, വേറൊരു നമ്പർ പറയാം. ഫോർ എക്സാമ്പിൾ 35ന്റെ സ്ക്വയർ, 5ന്റെ സ്ക്വയർ എത്ര, 25. അതേപോലെ 3 കഴിഞ്ഞാൽ തൊട്ടടുത്ത നമ്പർ ഏതാ, 4. 3 × 4 എത്ര, സോ 1225 ആയിരിക്കും. അപ്പൊ ഈ മെത്തേഡ് ഒന്ന് ഓർത്ത് വെച്ചോ. നമുക്ക് 5 വരുന്ന ഏത് നമ്പറിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ ഈസി ആയിട്ട് പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ, സോ കണ്ടോ, നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ച ഒരു മെത്തേഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്,
സോൾവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. മെർജ് ചെയ്യേണ്ടി വന്നു. കണ്ടോ, സീക്ക് ഇൻവേഴ്സ് 17/15 ഞാൻ തീറ്റ എന്ന് കൊടുത്തു. സീക്ക് തീറ്റ കണ്ടുപിടിച്ചു. സീക്ക് തീറ്റ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് സൈൻ തീറ്റ ആയാലും കോസ് തീറ്റ ആയാലും ബാക്കിയുള്ളതെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. സോ അതിൽ നിന്ന് സൈൻ തീറ്റ കണ്ടുപിടിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി തീറ്റ എനിക്ക് എങ്ങനെ എഴുതാം, സീക്ക് ഇൻവേഴ്സ് 17/5 എന്നും എഴുതാം, 17/15 എന്നും എഴുതാം. അതേ തീറ്റ എനിക്ക് സൈൻ ഇൻവേഴ്സ് 8/17 എഴുതാം. സോ സൈൻ ഇൻവേഴ്സ് ഉപയോഗിക്കും. കാരണം എന്താ, സൈനും സൈൻ ഇൻവേഴ്സും കൂടെ എനിക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ഔട്ട് ചെയ്യാം, ആൻസറിലെത്താൻ പറ്റും. ഓക്കെ.